ഈ ചേട്ടനാണ് കേട്ടോ ചായ. എന്ത് ചെയ്യാന്നൊക്കെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ആദ്യം വേണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കുഴപ്പം? നോർമലി എല്ലാ ദിവസവും ഞാനൊരു 8-9 മണിക്കാണ് ഉറക്കം എണീക്കാറ്. ഇന്ന് അറിയാണ്ട് ഞാൻ ഉറക്കം എണീറ്റത് 3 മണിക്കായി പോയി. പിന്നീട് തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടന്നു നോക്കി, ഉറക്കം ഒരു കാരണവശാലും വരുന്നില്ല. അപ്പോൾ പിന്നെ കുറേ നേരം മൊബൈലിൽ കുത്തി കളിച്ചിരുന്ന ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ചായ കുടിച്ച് കളയാം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ വിചാരിച്ചു എന്തായാലും നേരത്തെ എണീറ്റതല്ലേ, ഇനിയാണെങ്കിൽ ഒത്തിരി സമയം ബാക്കിയുണ്ട്, എന്നാൽ പിന്നെ എങ്ങനെ ഇച്ചിരി ദൂരെ പോയി ചായ കുടിച്ച് കളയാം. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ വിട്ടത് മൂന്നാർക്കായിരുന്നു കേട്ടോ. ഇത് കേൾക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇവനെന്താ വട്ടാണോ എന്ന്. ഈ ഒരു ദൂരെ പോയൊരു ചായ കുടിക്കുക അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒന്ന് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നൊരു കാര്യം അതങ്ങനെ എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു ഫീലല്ല കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാണ് നമ്മുടെ ചിയാപ്പാറ വാട്ടർഫോൾസ്. ഇത് മുന്നേ വന്നപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിയാപ്പാറ വാട്ടർഫോൾസിലാണ് കേട്ടോ. ഇവിടെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ മൂന്നാറിലൊക്കെ വരുമ്പോൾ ഇവിടെ വലിയൊരു വെള്ളച്ചാട്ടമാണ് എപ്പോഴും കാണാറ്. പക്ഷേ ഇന്ന് വന്നപ്പോഴത്തേക്കും ഒരു ഇച്ചിരി പോലും വെള്ളം കാണാനായിട്ട് പറ്റിയില്ല. വെള്ളം ഇല്ല എന്ന് തന്നെ പറയാം. അത് ഫുള്ളായിട്ട് ഡ്രൈ ആണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുമായിരിക്കും കാണുമ്പോൾ. അതുപോലെ ഞാൻ ഇവിടെ നോട്ട് ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇതാണ് കേട്ടോ, കംപ്ലീറ്റ് വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഒരു ഇത്രയും നല്ലൊരു ട്രാവൽ ഡെസ്റ്റിനേഷനിൽ അതതിൻ്റെ കംപ്ലീറ്റ് ഒരു ഭംഗിയെ തന്നെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പികളും ഇഷ്ടംപോലെ പ്ലാസ്റ്റിക്കുകളും കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വരുന്ന ആൾക്കാർ തന്നെയാണ് ഇതൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ മൂന്നാർ എന്ന് പറയുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രാവൽ ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്നവരോട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത് ഇവിടെ ഈ പ്ലാസ്റ്റിക്കുകളും ചവറുകളും ഒന്നും വലിച്ചെറിയാണ്ടിരിക്കുക. മാക്സിമം നിങ്ങളെ കൊണ്ട് ഇവിടെ ക്ലീൻ ആക്കാൻ പറ്റിയില്ലെങ്കിലും വേസ്റ്റുകൾ വാരിയിട്ടിട്ട് ഇവിടെ വൃത്തികേടാക്കാതിരിക്കുക. ഇവിടെ കണ്ടോ, പ്ലാസ്റ്റിക് വേസ്റ്റ് ഫ്രീ സോൺ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആ കാണുന്ന സ്പോട്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റിക്കുകൾ കാര്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞേക്കുവാണ് കേട്ടോ. ഇതായണ്ടോ. അപ്പോൾ ഇതൊന്നും വലിച്ചെറിയാണ്ടിരിക്കുക. ഇവിടെ തന്നെ ഇഷ്ടംപോലെ ചായയുടെ കപ്പായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പികൾ, ലെയ്സ്, ഇതുപോലെയുള്ള കഴിക്കുന്ന ചിപ്സുകളുടെയൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ ചുമ്മാ ഡംപ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഒത്തിരി സമയം നമുക്കിവിടെ കളയാനായിട്ടില്ല. വണ്ടി എടുത്ത് നേരെ വിടാം പള്ളിവാസൽക്ക്. ഇല്ലെന്നുണ്ടെങ്കിലേ, കാരണം ഇപ്പോൾ ഒത്തിരി വെയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നേരമൊക്കെ വെളുത്ത് ഇച്ചിരി വെയിലായിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി വെയിലായി കഴിഞ്ഞാൽ പിന്നെ ആ ചായ കുടിക്കുന്ന ആ ഒരു സുഖം അതങ്ങ് പോവും. ഞാൻ ആക്ച്വലി ഒരു വിജയ് ഫാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ലോങ് ഡ്രൈവ് പോകുമ്പോഴും ഒത്തിരി ദൂരം വണ്ടി ഓടിക്കുമ്പോഴും ഈ വിജയുടെ പാട്ട് കേൾക്കുമ്പോൾ അതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് എനിക്ക്. ഞാനിങ്ങനെ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിജയുടെ പാട്ട് എപ്പോഴും കേൾക്കാറ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിവാസലാണ്. പള്ളിവാസൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലൈമറ്റാണ്, വെയിൽ അത്യാവശ്യമുണ്ട്. തണുപ്പ് എന്ന് പറയുന്ന സംഭവം വളരെ കുറച്ചേ ഉള്ളൂ. ഭയങ്കര ചിൽ ക്ലൈമറ്റ് ഒന്നുമില്ല. നോർമലി അറിയാമല്ലോ നമുക്ക് മൂന്നാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ചില്ല് ക്ലൈമറ്റ്. വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു ടൈമിന് തന്നെ പറഞ്ഞത് രാവിലെ ഒരു പറ്റുമെങ്കിൽ കുറച്ചുകൂടെ മുന്നേ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതും ഈ വേനൽ സീസൺ അല്ലാത്തൊരു ടൈമാണ്. ഇപ്പം നല്ലൊരു തണുപ്പ് കാലമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 6 മണി 5:30-6 മണിക്കൊക്കെ നമുക്കൊരു ഇവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര കോടയൊക്കെ കാണാനായിട്ട് പറ്റും. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരിക്കും കേട്ടോ. പക്ഷേ എന്നാലും ഈ ഒരു 6 മണി 7 മണി സമയത്തും ഒരു 7 മണി സമയത്തും ഇവിടെ ഭയങ്കര നല്ല ക്ലൈമറ്റ് തന്നെയാണ്. ഈ വേനൽക്കാലത്ത് പോലും ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ എക്സ്പെക്റ്റ് ചെയ്തില്ല. താഴേന്ന് കയറി വരുമ്പോൾ ഒരുപാട് ചെടികളെല്ലാം കരിഞ്ഞുണങ്ങി, പാറയുടെ മുകളിൽ നിൽക്കുന്ന ചെടികൾ വരെ കരിഞ്ഞുണങ്ങി, മരങ്ങളെല്ലാം കരിഞ്ഞ് ഈ തീ പിടിച്ചതിന് ശേഷമുള്ളൊരു കാട് കാണൂലേ, അപ്പം അതുപോലത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ഇത്രയും നല്ലൊരു ക്ലൈമറ്റ് കാണില്ല, വന്നത് വേസ്റ്റായി തിരിച്ചു പോയാലോ എന്നൊക്കെ ഞാനൊന്ന് ആലോചിച്ചതായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര നല്ല കാലാവസ്ഥയാണ് കേട്ടോ. ഭയങ്കര നല്ല കാലാവസ്ഥയാണ്, ഭയങ്കര നല്ല രീതിയിലാണ് ഇവിടെ കാഴ്ചകളൊക്കെ ഭയങ്കര നല്ലൊരു രീതിയിലാണ്. നമ്മുടെ ടാറ്റയുടെ കൺസ്യൂമർ പ്രോഡക്റ്റ് ലിമിറ്റഡ് പള്ളിവാസലാണ് കേട്ടോ. അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നേരം വെളുത്ത് വരുന്നൊരു സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ വന്നപ്പോഴത്തേക്കും ഉച്ച സമയമായിരുന്നു. അപ്പോൾ ഈ പള്ളിവാസലിൽ നമ്മുടെ പറക്കാട്ടിലോട്ട് തിരിയുന്ന റോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചേട്ടൻ്റെ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ചായയും നമുക്ക് മാഗിയും ഒക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഈ കാണുന്നൊരു മരം കണ്ടോ, ഇത് കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത്. ഇതാണ് എക്സാം ട്രീ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ട് നിൽക്കുന്ന എക്സാം ട്രീ എന്ന് പറയുന്ന മരം ഇതാണ് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഇതിന് എക്സാം ട്രീ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇത് മാർച്ച് മാസങ്ങളിൽ പൂക്കുന്ന മരമാണ്. മാർച്ച് മാസത്തിലാണല്ലോ എക്സാം നടക്കുന്നത്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ സ്കൂളിലും ഒക്കെ എക്സാം നടക്കുന്ന ഒരു ടൈമാണല്ലോ മാർച്ച്. അതുകൊണ്ടായിരിക്കണം ഇതിനെ എക്സാം ട്രീ എന്ന് വിളിക്കുന്നത്. അല്ല ഇതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് അത് അറിയുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ പൂവെന്ന് പറയുന്നത് കേട്ടോ. ഈ എക്സാം ട്രീയുടെ പൂ ഇതാണ്. ഇവിടെ ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ട് ഇങ്ങനെ.
എനിക്ക് ഈ മരം നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ഇത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാം. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് അവിടെ ആയിട്ട് തന്നെ ഈ മരങ്ങൾ ഒത്തിരി നിപ്പുണ്ട്. അപ്പോൾ അതെ അവിടെ ഒരു മരം നിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തോട്ട് വണ്ടി നിർത്തിയിട്ട്, അയ്യോ ഒരു കാറ് കിടപ്പുണ്ട് കേട്ടോ, അവർ വീഡിയോ എന്തോ എടുത്തിട്ട് പോവുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഒതുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് എക്സാം ട്രീ. കുറച്ചുകൂടെ നല്ലൊരു വിഷ്വലിൽ കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നത്. ഞാൻ ഓൾറെഡി അത് കാണിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ എക്സാം ട്രീ എന്ന് പറയുന്ന പേര് ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ മരത്തിന് യഥാർത്ഥ പേര് അതല്ല. യഥാർത്ഥ പേര് എന്താണെന്നുള്ളൊരു കാര്യം ആക്ച്വലി എനിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻ്റ് ഇടുക. ഇവിടെയൊക്കെ ആക്ച്വലി കൺസ്ട്രക്ഷൻ നടക്കുവാണ് കേട്ടോ. റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഫുള്ള് നമ്മൾ വരുന്ന വഴിയിൽ ഒത്തിരി ഭാഗത്ത് കണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഫുള്ള് അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വണ്ടികൾക്കൊക്കെ ഇച്ചിരി പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം എല്ലായിടത്തും ഇതുപോലെ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോർമലി മൂന്നാർ ടൗൺ അത്യാവശ്യം ക്രൗഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു ഒതുങ്ങിയൊരു സ്പോട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതെ പശുക്കുട്ടന്മാരൊക്കെ റോഡ് നിറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് വഴി ഒരുക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അത്യാവശ്യം കുറേ സ്പോട്ടുകളുണ്ട് കേട്ടോ. മൂന്നാർ ടൗൺ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാർ ടൗൺ കയറിയിട്ട് നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോപ്പ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു 32 കിലോമീറ്റർ ഉണ്ട് ടോപ്പ് സ്റ്റേഷൻ എത്താനായിട്ട്. ഇവിടുന്ന് ടോട്ടലി ഒരു 42-43 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വട്ടവാടയ്ക്ക് പോകാനായിട്ട്. ആക്ച്വലി എനിക്ക് ഈ ഒരു സ്പോട്ട് കാണുമ്പോഴത്തേക്കും വിജയ് സേതുപതിയുടെ ലൈഫ് ഓഫ് ഡാം ഓർമ്മ വരും കേട്ടോ. ഇവിടെയും കടകളൊന്നും അങ്ങനെ തുറന്നിട്ടില്ല കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തുറന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ രാവിലെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മാട്ടുപ്പെട്ടി ഡാമിലാണ് കേട്ടോ. ഇവിടെയും വെള്ളം ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തേക്ക് ഏകദേശം കാണുന്നൊരു ലെവലിന് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നല്ല വെള്ളം കുറവാണ്. അവിടെയൊക്കെ ആൾക്കാരൊക്കെ ചൂണ്ടയിടുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത് 10 രൂപയാണ് കേട്ടോ. അവിടെ നിന്നാണ് നമുക്ക് എൻട്രൻസിന് 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രൻസിൻ്റെ ഇത് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. ഇവരൊക്കെ ഫോട്ടോസ് എടുത്ത് തരും. എനിക്ക് തോന്നുന്നു ഒരു ഫോട്ടോ എടുക്കുന്നതിന് 20 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് നമ്മുടെ മൊബൈലിലേക്ക് അത് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരുകയും ചെയ്യും. അതുപോലെ ഇവിടുത്തെ ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ട് സർവീസിന് എനിക്ക് തോന്നുന്നു 600 റുപ്പീസാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് കേട്ടോ ഈ കിടക്കുന്നതൊക്കെ. കണ്ടോ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ കാണുന്ന ഇതിൻ്റെ ഏകദേശം ഈ ഒരു ലെവലിന് വരെ വെള്ളമുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം കംപ്ലീറ്റ്ലി ഇങ്ങനെ വറ്റിയിട്ടുള്ളത്. അപ്പോൾ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും ഭംഗിയായിട്ട് ഈ ആകാശം കാണാൻ പറ്റും കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ മുന്നേ ഒത്തിരി തവണ വന്നിട്ടുള്ളതെല്ലാം തണുപ്പ് സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി കോടയും മഞ്ഞും ഉള്ളതുകൊണ്ട് സ്കൈ അങ്ങനെ ആകാശം ഇത്രയും ഭംഗിയായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു വേനൽക്കാലത്ത് മൂന്നാർ വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് അതിശയമായിട്ട് തോന്നി. സ്കൈ ആകാശം ഇത്രയും ഭംഗിയായിട്ട് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി കേട്ടോ. അപ്പോൾ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഫൈനലി നമ്മളൊരു ചായക്കട കണ്ടെത്തി കേട്ടോ. അത് നമ്മുടെ ഇവിടെ മാട്ടുപ്പെട്ടി ഡാമിന് തൊട്ടടുത്തായിട്ട് തന്നെയാണ്. നല്ല ചൂട് ആയിട്ടുള്ള മുളക് ബജിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ബജി വായി നോക്കി നിൽക്കുന്നത് കൊണ്ടാവും പുള്ളി എന്നോട് ചോദിച്ചത് ബജി വേണമെന്ന്. പിന്നെ മുളക് ബജി ഫാൻ അല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ബജി വേണ്ടാന്ന് പറഞ്ഞു. ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചായ. നമ്മുടെ ചായ ചൂടോടെ വന്നിട്ടുണ്ട് കേട്ടോ. അന്തസ്. അപ്പോൾ ഈ ഒരു ചായക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് കേട്ടോ. ഇനി ഈ ചായ എങ്ങനെയുണ്ടോ നമുക്ക് നോക്കാം. മൂന്നാർ പോലൊരു ഡെസ്റ്റിനേഷനിൽ ഇത്രയും കടുപ്പത്തിൽ ഈ ഒരു ക്ലൈമറ്റിലൊരു ചായ അത് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ലാലേട്ടൻ പറഞ്ഞതുപോലെ ഉയരം കൂടുമ്പോൾ ചായയുടെ രുചിയും മാറും. നല്ല സമയമെടുത്ത് ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചായ കുടിച്ചു തീർത്തത്. എറണാകുളത്ത് നിന്ന് ഒരു ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ മൂന്നാർ വന്നത്. ഇപ്പോൾ നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് എത്തുകയും ചെയ്തു. എന്നാൽ പിന്നെ ടോപ്പ് സ്റ്റേഷൻ കൂടി കണ്ടിട്ട് തിരിച്ചു വിടാമെന്നുള്ള പ്ലാനിൽ ഞാൻ ഇപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. മൂന്നാർ വരുന്നത് വരെ കണ്ട കാഴ്ചകളെക്കാളും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി. അപ്പോൾ ഇതുവരെ വണ്ടി വരത്തുള്ളൂ. ഇവിടെ നിന്നൊരു 500 മീറ്ററോളം നടക്കാനായിട്ടുണ്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് പോകണം നമുക്ക് ടോപ്പ് സ്റ്റേഷനിലോട്ട് എത്താനായിട്ട്. ഇപ്പോൾ സമയം ഒരു 11 മണി ആവാറായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വെയിൽ മാറിയിട്ട് കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്.
ഇവിടെ വരുമ്പോൾ അത്യാവശ്യം ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കാറ് പാർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ആണ് കേട്ടോ. അങ്ങനെ ഒരു സ്ഥലം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് കാറ് പാർക്ക് ചെയ്തിട്ട് മെയിൻ റോഡിൽ എന്തെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു 500 മീറ്ററോളം ഉള്ളിലേക്ക് നടക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ കാറ് വെളിയിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ അകത്തേക്ക് പോകുന്നത്. കുറച്ച് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുപോലുള്ള വഴിയോര കച്ചവടങ്ങളും കടകളും ഒക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നല്ല ഹാൻഡ് ക്രാഫ്റ്റ്സുകളും ബാഗുകളും അതുപോലെ തന്നെ സ്വെറ്ററുകൾ ഇതെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടുന്ന് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് റീച്ച് ആയിട്ടുണ്ട്. അറൗണ്ട് കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് 500 മീറ്റേഴ്സ് ഉണ്ട് നമുക്ക് ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് റീച്ച് ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ ഒരു പാസ് എടുക്കേണ്ടതുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും ഇവിടെ GPay ആയിട്ട് വരണ്ട. GPay ഒന്നും ഇവിടെ എടുക്കത്തില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ കാശ് തന്നെ വേണം. അതിപ്പോൾ മൂന്നാർ വരുമ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും GPay അങ്ങനെ എടുക്കാറില്ല. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പിൽ കയറിയപ്പോഴും അവിടെ കാർഡ് അല്ലെന്നുണ്ടെങ്കിൽ കാശ് മാത്രമേ എടുക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ കയ്യിൽ മൂന്നാർ വരുന്നവർ എന്തായാലും കയ്യിൽ കാശ് എന്തായാലും കരുതിക്കോളൂ. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. 20 രൂപയുടെ ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. ആൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. വിചാരിച്ചതുപോലെ അല്ല, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ പോയി ഒരു ഫോട്ടോ വീഡിയോസ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്, മഞ്ഞ് ഇറങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് കോട അത്യാവശ്യം കാണാനായിട്ട് പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റും. മലകളിലൂടെ തട്ടിത്തടഞ്ഞു പോകുന്ന കോടയൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു ടൈം ലാപ്സ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. നമ്മളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ച് മൂന്നാറിലേക്ക് പോവുകയാണ്. അപ്പോൾ ടോപ്പ് സ്റ്റേഷനിൽ വലുതായിട്ട് ഇപ്പോൾ ഒരു മണി എനിക്ക് തോന്നുന്നു ഒരു 11:20 ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് കോട കയറി തുടങ്ങിയത് കേട്ടോ. രാവിലെ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇന്ന് ഇവിടെ കോട കാണും അല്ലെങ്കിൽ ആ ഒരു മഞ്ഞിൻ്റെ കാണും എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അത്യാവശ്യം നല്ല കോടയുണ്ട്. ഇപ്പം ഞാൻ തിരിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. അതിൻ്റെ ഒരു വീഡിയോ തന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. അതുപോലെ ഇങ്ങോട്ട് ദേവികുളത്ത് നിന്ന് നമ്മൾ ആ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരുന്ന റോഡെന്ന് പറയുന്നത് അത്യാവശ്യം നല്ല മോശമാണ് കേട്ടോ. നല്ല രീതിക്ക് മോശമാണ്. അപ്പോൾ വരുമ്പോൾ ഓടിച്ചു വരുന്നവരൊന്നും അത്യാവശ്യം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാണ്ട് സ്ലോയിൽ വരുന്ന കുറച്ച് നല്ലതായിരിക്കും. കാരണം വലിയ വലിയ കുഴികളാണ് അവിടെ ആയിട്ടേ ഉള്ളൂ. പക്ഷെ എല്ലാം നല്ല വലിയ വലിയ കുഴികളാണ് കേട്ടോ ഈ റോഡിലുള്ളത്. അതുപോലെ ഈ 32 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിൽ നിന്ന് നമ്മുടെ ഈ ടോപ്പ് സ്റ്റേഷനിലേക്ക് വരാനായിട്ട്. ഏകദേശം ഒരു 32 കിലോമീറ്റർ ഉണ്ട്. ഈ 32 കിലോമീറ്റർ താണ്ടി വന്നിട്ട് കാണാനുള്ളൊരു വ്യൂ പോയിന്റ് ഇവിടെ ടോപ്പ് സ്റ്റേഷനിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം അങ്ങനത്തെ ഒരു വ്യൂ ഇവിടെ ഇല്ല. വലിയൊരു വ്യൂ ഒന്നുമല്ല, ജസ്റ്റ് ഒരു വ്യൂ പോയിന്റ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 രൂപയാണ് അതിൻ്റെ ഒരു പാസ് വരുന്നത്. അത് എടുത്തിട്ട് കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വലിയൊരു വ്യൂ ഒന്നും അല്ല. പക്ഷെ അതേസമയം നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന റോഡിൽ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. ഒത്തിരി ഇപ്പോൾ തേയിലത്തോട്ടങ്ങളാണെങ്കിലും അല്ലാതെയുള്ള വ്യൂ പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പക്ഷെ ആ ഒരു വ്യൂ പോയിന്റ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തൊരു 32 കിലോമീറ്റർ വരുവും വേണം, ഒരു 500 മീറ്ററോളം നടക്കുകയും വേണം. അപ്പം അത്രയും നടന്ന് ചെന്ന് കാണാനായിട്ടുള്ള ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇത് ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. പിന്നെ പക്ഷെ വരുന്ന വഴി അത്രയും വളരെ നൈസാണ്. ഗട്ടർ എന്നൊരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ, റോഡിലുള്ള കുറച്ച് ഗട്ടേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളുമാണ്. അപ്പോൾ മൂന്നാർ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോപ്പ് സ്റ്റേഷൻ വരിക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാൻ പറ്റും. ഒത്തിരി നല്ല നല്ല വ്യൂ പോയിന്റ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഒത്തിരി കാഴ്ചകൾ കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ ടോപ്പ് സ്റ്റേഷൻ വരിക. അല്ലാതെ മൂന്നാർ വരെ വന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ. പിന്നെ രാവിലത്തെ ഒരു വെയിൽ കണ്ടപ്പോൾ ഇത്രയും കോട ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഈ ഒരു 11-12 മണി സമയത്ത് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് മൂന്നാറോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇതൊരു പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു ട്രിപ്പ് അല്ല കേട്ടോ. നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തൊരു ട്രിപ്പൊന്നുമല്ല. രാവിലെ ഉറക്കം എണീറ്റപ്പോൾ എന്തായാലും നേരത്തെ ഉറക്കം എണീറ്റു. സാധാരണ ഒരു 8-9 മണി കഴിഞ്ഞാണ് ഞാൻ സാധാരണ ഉറക്കം എണീക്കാറ്. അപ്പോൾ ഇന്ന് 3 മണിയായപ്പോഴത്തേക്ക് ഉറക്കം എണീറ്റ്. അപ്പോൾ പിന്നീട് ഉറക്കം വന്നില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്നൊക്കെ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. ആദ്യം പ്ലാനിങ് ആതിരപ്പള്ളി പോകാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ അത് വന്നപ്പോഴത്തേക്ക് നേരെ പിന്നെ മൂന്നാർക്കായി. അങ്ങനെ ഇപ്പം ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയൊരു ട്രിപ്പായിരുന്നു ഇത്. വളരെ എൻജോയബിൾ ആയിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. സത്യമായിട്ട് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത് ഈ ഒരു ട്രിപ്പ്. ഒരു ചായ കൂടി നമ്മുടെ എന്തായാലും നടന്നു. അപ്പോൾ ഇനി പോകുന്ന വഴിക്ക് കുറച്ചൊരു മാഗി കൂടെ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു കട കൂടെ നോക്കുകയാണ്. അപ്പോൾ കട നോക്കിയിട്ട് മാഗി കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് ഈ ട്രിപ്പ് അവസാനിപ്പിക്കാം. അതാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. അപ്പോൾ രാവിലെയൊക്കെ ചായ കുടിക്കാനായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ബൈക്കിൽ വന്നാൽ ആക്ച്വലി കുറച്ചുകൂടെ ഭയങ്കര വൈബായിരിക്കും കേട്ടോ. കാരണം ഞാൻ കാറിൽ വന്നപ്പോഴും വിൻഡോ തുറന്നിട്ട് ടൈപ്പ് വന്നത്. കാരണം ബൈക്കിൽ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു
മൂന്നാറിൻ്റെ ഫീൽ അറിയണമെന്നുണ്ടെങ്കിൽ അത് റോഡ് ട്രിപ്പ് ബൈക്കിൽ തന്നെ വരണം. ഇപ്പോൾ നമ്മൾ പയ്യന്മാർക്ക് ഉള്ള ഒരു സ്വഭാവമാണ്, ഒരു ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ബൈക്ക് എടുത്ത് 50 രൂപയുടെ പെട്രോൾ അടിച്ച് പോയി 10 രൂപയുടെ ചായ കുടിക്കുന്ന വൈബായിരിക്കും. അപ്പോൾ ഇത് ട്രിപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണ്. അങ്ങനെ ട്രിപ്പ് വന്ന് ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതല്ലാതെ ഒരു വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ വന്നൊരു ട്രിപ്പൊന്നും അല്ല. കുറച്ച് ദൂരെ വന്നൊരു ചായ കുടിച്ചാൽ എങ്ങനെ ഇരിക്കും, അതൊരു ഫീലിന് വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു ട്രാവൽ ബ്ലോഗൊന്നും അല്ല. അപ്പോൾ ജസ്റ്റ് വന്നൊരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. ബ്രോക്കോളി എങ്ങനെ കേട്ടാല? ഇപ്പോൾ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഇവിടെ നല്ല ക്യാരറ്റ്, ക്യാബേജ്, ബ്രോക്കോളിയൊക്കെ കിലോ അല്ല, ഒരു പീസ് 80 രൂപയൊക്കെയാണ് വില വരുന്നത്. അതുപോലെ ക്യാബേജ് ആണെങ്കിലും ഒരെണ്ണം 80 രൂപയാണ് കേട്ടോ വരുന്നത്. ഈ കാണുന്നിടത്താണ് അവർ കൃഷി ചെയ്യുന്നത് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിട്ട് അവർ ലൈവായിട്ട് അപ്പോൾ തന്നെ പറിച്ചു കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷായിട്ട് ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, ബ്രോക്കലി ഇതൊക്കെ നമുക്ക് നല്ല ഫ്രഷായിട്ട് കിട്ടും കേട്ടോ. അവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് കുട്ടികൾ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കാഴ്ചകളാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പണ്ട് കാലത്ത് ഞാനൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്താണ് ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് വയലിലെ കൃഷിയും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ കാണുന്നത്. ഈ ഒരു ഗ്രാമത്തിൻ്റെയൊക്കെ ഒരു ഭംഗി ആസ്വദിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ ചെറുപ്പകാലത്താണ്. അപ്പോൾ ഇത്രയാണ് ഞാനൊരു ചായ കുടിക്കാനായിട്ട് മൂന്നാർ വന്നൊരു സ്റ്റോറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞാനൊരു ഫാം വിസിറ്റിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ എടുത്തപ്പോഴത്തേക്കും ഫോൺ അങ്ങനെ ഓഫായി പോയി, ചാർജ് തീർന്നിട്ട്. 1-2 ഫോണുകളിലൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്തത്. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റ് ചെയ്തേക്കാം.